ഹലോ ഫാമിലി, എല്ലാവർക്കും സൈനസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് കർണാടകയിലെ ഉടുപ്പി എന്ന സ്ഥലത്താണ്. അവിടെ ഉടുപ്പിയിലുള്ള സെന്റ് മേരീസ് ഐലൻഡ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് ക്യാപ്സ് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. നേരെ നമ്മൾ ക്യാപ്പിന്റെ ഷോപ്പിലേക്കാണ് പോയത്. ഇവിടെ നല്ല റേറ്റ് കുറവായിരുന്നു ക്യാപ്പിനൊക്കെ. ഏത് ക്യാപ്പ് വാങ്ങിച്ചാലും 100 രൂപയായിരുന്നു അവർ പറയുന്ന പ്രൈസ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള 2-3 ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ക്യാപ്പൊക്കെ നമ്മൾ വാങ്ങിച്ചു. ഇവിടെ നിന്നൊരു ബോട്ടിലാണ് നമ്മളെ ഐലൻഡിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ബോട്ടിന്റെ റേറ്റ് അഡൾട്ട്സിന് 300 രൂപയും പിള്ളേർക്ക് 150 രൂപയുമായിരുന്നു. ഞങ്ങൾ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൾക്കാരെല്ലാവരും തികഞ്ഞു കഴിയുമ്പോഴേ അവർ നമ്മളെ ബോട്ടിനുള്ളിലേക്ക് കയറ്റത്തുള്ളൂ. ഒരു ബോട്ടിലേക്കുള്ള ആളുകൾ തികഞ്ഞു കഴിയുമ്പോഴേക്കും അത് ഐലൻഡിലേക്ക് പോകും. അപ്പോൾ അടുത്ത ബോട്ട് അവിടേക്ക് കൊണ്ടുവന്നിടുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ബോട്ടിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. കയറിയാൽ ഉടനെ തന്നെ നമ്മൾ എല്ലാവരും സേഫ്റ്റി ജാക്കറ്റ്സ് ധരിക്കണം എന്ന് അവര് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്. ഇത് കവേർഡ് ബോട്ട് ആണെങ്കിലും ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഭാഗം കവർ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ബോട്ടിലൊക്കെ പോകുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഫ്രണ്ടിൽ പോയിരിക്കുമ്പോഴാണല്ലോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാനും കുഞ്ഞുപിബിനും ഫ്രണ്ടിൽ തന്നെ പോയിരുന്നു. ഇപ്പോൾ അവിടെ ആൾക്കാർ കുറവാണെങ്കിലും ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും അവിടെ എല്ലാവരും വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും അവർ നല്ല ഡാൻസ് മ്യൂസിക് ഒക്കെ ഇട്ടു. പിന്നെ ഇച്ചു കുറച്ചു നേരം അവിടെ ഡാൻസ് കളിക്കാൻ വന്നിട്ട് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ വീണ്ടും അവിടെ പോയി. പിന്നെ കൂടെ ഉണ്ടായിരുന്ന കുറെ പേര് ഓരോരുത്തരായിട്ട് ഇറങ്ങി വന്ന് ഡാൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടായിരുന്നു ഞങ്ങളുടെ ബോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത്. ഇതാണ് സെന്റ് മേരീസ് ഐലൻഡിന്റെ ദൂരക്കാഴ്ച. സൈലന്റ് ആയിട്ടിരിക്കുന്നത് പെട്ടെന്ന് ഡാൻസ് നിർത്തി സൈഡ് വന്നിരിക്കുന്നത്. നമ്മൾ വന്ന ബോട്ട് തീരത്തേക്ക് അടുക്കത്തില്ലാത്തത് കൊണ്ട് ഇതുപോലത്തെ ചെറിയ ബോട്ടിലാണ് നമ്മളെ തീരത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മളെല്ലാവരും അതിലേക്ക് കയറുവാണ്. ഐലൻഡിലേക്കുള്ള എൻട്രൻസ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ ഉണങ്ങിയ തെങ്ങിന്റെ ഓലമടലിലെ മടൽ എടുത്തിട്ടായിരുന്നു ആ ഗേറ്റ് പോലത്തെ സംഭവം ഉണ്ടാക്കി വെച്ചിരുന്നത്. നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ കുറെ പാറകളാണ്. പലതരത്തിലും പല വലിപ്പത്തിലും ഡിസൈനിലും ഒക്കെ പാറകളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ബീച്ച് സൈഡാണിത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മണലാണെന്ന് വിചാരിക്കും, പക്ഷെ ഇവിടെ മണൽത്തരികൾ കാണാനേ ഇല്ല. മുഴുവനും കക്ക,
അതിന്റെ ഷെൽസ് എല്ലാം പൊടിഞ്ഞു കിടക്കുന്നതാണ്. ഈ സൈഡിലെ ഫുള്ള് നമ്മൾ കാണുന്ന മണൽ പോലെ കാണുന്നത് മുഴുവൻ ഈ ഷെല്ലിന്റെ പൊടികളാണ്. അതിനിടയ്ക്ക് ഇച്ചുവിന്റെ ചെരുപ്പ് വെള്ളത്തിൽ ഒഴുകിപ്പോയായിരുന്നു തിരയില്. പിന്നെ അവിടെ നിന്നവരെല്ലാരും കൂടി കൂടിയിട്ട് അത് എടുത്തു കൊടുത്തു. ഐലൻഡിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ കിട്ടിയ സമയം 1 അവർ ആയിരുന്നു. 1 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ച് ബോട്ടിൽ എത്തണം എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷെ ആ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ നന്നായിട്ട് അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കാണുകയും എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോരുന്ന സമയത്ത് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ലഞ്ച് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു റെസ്റ്റോറന്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഗുഡ് ഫ്രൈഡേയും ഈസ്റ്ററും ഒക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം ലീവ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇത്തവണ നമ്മൾ ഒരു ലോങ് ട്രിപ്പാണ് പോകുന്നത്. എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് ഞാൻ സെന്റ് മേരീസ് ഐലൻഡിന്റെ മാത്രമായിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി സ്ഥലങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.